നമസ്കാരം, ഞാൻ വേണു മഹാദേവ്. നമ്മൾ പുതുവർഷഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങമാസം ആവുകയാണ്. ഈ ചിങ്ങം മുതൽ കർക്കിടകം വരെ വരുന്ന മലയാള പുതുവർഷം എന്ന് പറയുന്നത് നമുക്ക് ചിങ്ങത്തിലാണല്ലോ ആരംഭിക്കുന്നത്. അപ്പോൾ ചിങ്ങം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ എപ്പോഴും ഓടി വരുന്നത് പൊന്നോണമാണ്. നമ്മളെ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ ആഹ്ലാദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളാണ് പൊന്നോണം. അതുകൊണ്ട് തന്നെ തുലാക്കൂറുകാർക്ക് എല്ലാവർക്കും എൻ്റെ പൊന്നോണ ആശംസകളോടെ നമ്മൾ ആരംഭിക്കാം. അതായത് നമ്മൾ എപ്പോഴും ഒരു പുതുവർഷം എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്ന അവസ്ഥകളല്ലാതെ ആ വർഷത്തെ നമ്മൾ പുതുവർഷം പറയുമ്പോൾ ആ പുതുവർഷ ആ സംക്രമത്തിൻ്റെ ചിങ്ങസംക്രമത്തിൻ്റെ ആ സമയത്തുള്ളൊരു ഗ്രഹനില നമ്മൾ ജനറേറ്റ് ചെയ്തുകൊണ്ടാണ്, അത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിലുള്ള ശനിമാറ്റം, രാഹുകേതു മാറ്റം, വ്യാഴമാറ്റം, ഇതെല്ലാം നമുക്ക് അനുകൂലമായാലും ഈ വന്ന ജനറേറ്റ് ചെയ്തതിനകത്ത് ഏതെങ്കിലും ഗ്രഹങ്ങളുടെ അനിഷ്ടം ഉണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും. പൊതുവിൽ ഇപ്പോൾ തുലാക്കൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. കാരണം ചിത്രയുടെ 3, 4 പാദം, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ, 1, 2, 3 പാദങ്ങൾ. അപ്പോൾ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ അതായത് മൊത്തത്തിൽ സമയം കൊള്ളാം എന്ന് തന്നെയാണ് നമ്മളെല്ലാം ഇതുവരെയുള്ള മാറ്റങ്ങളിൽ നിന്ന് മനസ്സിലായത്. കാരണം നമുക്ക് ഈ കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ, മെയ് കൊണ്ട് ശനി മാറി, രാഹുകേതു മാറി, വ്യാഴം മാറി. ഇതെല്ലാ മാറ്റവും തുലാക്കൂറുകാർക്കാണ് ഏറ്റവും അനുകൂലമായിട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ സമയം മൊത്തത്തിൽ വളരെ നല്ലതാണ്. പക്ഷേ അപ്പോൾ മൊത്തത്തിൽ നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ധനപരമായിട്ട് ഒരുപാട് ചേഞ്ച് വരുന്ന സമയമാണ്. ധനം വരും. നമ്മുടെ ബിസിനസ്സിലായിരുന്നാലും നമ്മുടെ ജോലിയിലായിരുന്നാലും പുതുമയും ഐശ്വര്യവും പിന്നെ പുതിയ പുതിയ അവസരങ്ങളും വരുന്ന സമയമാണ്. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, സെലിബ്രിറ്റികൾ, ഇവർക്കെല്ലാം പുതിയ പുതിയ ചില അവസരങ്ങളും പുതിയ ചില ആശയങ്ങളും വരുന്ന സമയമാണ്. അതുപോലെ ബിസിനസ്സിൽ നമുക്ക് പുതിയ ഫിനാൻസ് പാർട്ട്ണർഷിപ്പുകളോ അല്ലെങ്കിൽ പുതിയ പദ്ധതികളോ പുതിയ ചില ഈ നിലവിലുള്ളതിൻ്റെ കൂടെ തന്നെ പുതിയൊരു ബിസിനസ്സൂടെ തുടങ്ങാനൊക്കെയുള്ള അവസരങ്ങൾ വരുന്ന സമയമാണ്. ഇതെല്ലാം അനുകൂലമായിട്ട് തന്നെ നിൽക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ചൊവ്വ 12ലേക്ക് വന്നു, നഷ്ടസ്ഥാനത്ത്. അപ്പം പുതിയ ഭൂമി വാങ്ങുക, പുതിയ പിന്നെ വീട് വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട് പണിക്ക് ഇറങ്ങിത്തിരിക്കുക, ഇതൊന്നും സമയം അത്ര നല്ലതല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഡിലേ വരും പല കാര്യങ്ങളിലും. അല്ലെങ്കിൽ അത് നമുക്ക് അതിലൂടെ നമുക്ക് എന്താ പറയുക, സമയവും കഷ്ടനഷ്ടങ്ങളോ ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടി വരും. എന്നാൽ നമ്മൾ 12ൽ ചൊവ്വയായതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിൽക്കുന്നവരും അധികം ഇതിനകത്ത് ഗുണം വരുന്ന സമയമല്ല. പക്ഷേ നമുക്ക് ഒരു കാര്യത്തിൽ ഗുണമാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയമപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കിടന്ന എന്തെങ്കിലും പഴയ കേസോ വഴക്കോ അല്ലെങ്കിൽ കോടതി വഴിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊരു അല്പം കണ്ണടച്ച് കൊടുത്താൽ, വാശി കാണിക്കാതിരുന്നാൽ നമ്മളെ നിന്ന് ഒഴിഞ്ഞു പൊക്കോളും. അങ്ങനൊരു സമയമാണ്. പിന്നെ രണ്ടാമത്തേത്, ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു അനിഷ്ടം എന്ന് പറഞ്ഞാൽ 11ൽ കേതു വന്നിട്ടുണ്ട്. കേതു എന്ന് പറയുമ്പോൾ നമ്മളതിന് ഒരു അനിഷ്ടം പറയണത് 11ലെ കേതു ഇപ്പം നിങ്ങൾക്ക് അവിടെ ആദിത്യനും കൂടെയാണ്. കാരണം ചിങ്ങമാസമാണല്ലോ, എന്തായാലും ഒരു മാസത്തേക്ക് ആദിത്യനും കൂടെ അവിടെ നിൽക്കും. അപ്പോൾ 11ൽ കേതു ആകുമ്പോൾ കേതു എല്ലാം മുറിച്ച് വിടുന്ന ആളാണ്. അതായത് നമുക്കെല്ലാത്തിനും തൽക്കാലം ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പം സർക്കാർ കാര്യങ്ങളിൽ, അതായത് സർക്കാരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ സർക്കാരിൽ നിന്നുള്ള പേപ്പർ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള നമുക്ക് എന്തെങ്കിലും രേഖാപരമായ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് അനുകൂലമാവുന്ന സമയമല്ല.
അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആദിത്യൻ ചിങ്ങത്തിൽ നിന്ന് മാറുന്നവർ, അതായത് ഒരു കന്നിമാസം തൊട്ട് അനുകൂലം, അതുവരെയും അതിനുവേണ്ടി ശ്രമിക്കരുത്, ലോണിന് ശ്രമിക്കരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു മാസത്തേക്ക് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ബുധൻ നല്ല സ്ഥാനത്താണ്, അതായത് 10-ൽ കർമ്മസ്ഥാനത്താണ്. അതായത് ബുദ്ധിപരമായി ഫ്യൂച്ചറിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. പഠനത്തിൽ പുതിയ പഠനങ്ങൾ നമുക്ക് വിജയിക്കും. ചില നമ്മൾ പഠനം പോലെ തന്നെ നമുക്ക് ചില പുതിയ പ്ലാനിങ്സ് ലൈഫിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ പറ്റിയോ അല്ലെങ്കിൽ നാളേക്കുള്ള പ്ലാനിങ്സൊക്കെ നടത്തിയാൽ അത് വിജയിക്കുന്ന സമയമാണ്. ബിസിനസ്സിൽ പുതിയ പ്ലാനിങ്സ് നടത്താൻ പറ്റുന്ന സമയമാണ്. ഇങ്ങനെ നമ്മുടെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാതെ നടത്താൻ പറ്റിയ സമയം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇനി വേറൊന്നുകൂടെ പറയാം. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ 6-ലാണ് ആര് നിൽക്കുന്നത്? ശനി. അപ്പോൾ ഈ 6-ലെ ശനി ഒരു ഗുണമുള്ളത്, നമുക്ക് പല വഴികളിലൂടെ നമുക്ക് ധനവും ഐശ്വര്യം കൊണ്ടുതരും. എന്ന് പറഞ്ഞാൽ പല വഴിയെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഉദ്യോഗത്തിലോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവിഹിത മാർഗത്തിലൂടെ ചിലപ്പോൾ ധനം വരാനുള്ള സാധ്യതയും ഉണ്ട്. അവിടെയൊക്കെ കുറച്ച് ശ്രദ്ധ പുലർത്തണം. കാരണം നമുക്ക് വരുന്ന ധനം നമുക്ക് നാളെ നമുക്ക് മനക്ലേശമോ അനിഷ്ടമോ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ സമയം കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ 5-ലുള്ള സർപ്പൻ അത്ര നന്നല്ല. 5-ലെ സർപ്പൻ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ബുദ്ധി, വിവേകം, മേധ ഈ സ്ഥാനത്താണ്. അവിടെ നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് അവർ അനിഷ്ടകരമായ കൂട്ടുകെട്ടുകൾ, അതായത് ദുശീലങ്ങളിൽ പെടുന്ന കൂട്ടുകെട്ടുകൾ വന്നു കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരോടൊപ്പം പുതുതായിട്ട് വരുന്ന റൂംമേറ്റ്സോ അല്ലെങ്കിൽ അവർ പുതിയ സ്ഥലത്ത് നിന്ന് താമസിക്കുന്നവരൊക്കെ നമ്മൾ നോക്കുക. അവർ പോകുന്ന വഴികളൊന്ന് വാച്ച് ചെയ്യുക. കൂടുതൽ അവരെ എന്താ പറയുക, ഒന്നിനും അഡിക്റ്റ് ആവാതെ സൂക്ഷിച്ച് പോവുക. പ്രത്യേകിച്ച് മൊബൈലായിരുന്നാലും ലഹരി വസ്തുക്കളായിരുന്നാലും പിന്നെ ഈ പറഞ്ഞ പോലെ കൂട്ടുകെട്ടുകളും, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എന്നാൽ പഠനത്തിൽ അവർക്ക് വലിയ ദോഷം വരത്തുമില്ല, കുറച്ച് അനുഗ്രഹമുള്ള സമയമാണ്. ഇങ്ങനെ നമ്മൾ പൊതുവിൽ കുട്ടികളുടെ കാര്യത്തിൽ കുറേ ശ്രദ്ധ വേണം. മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിജയമാണ്. എല്ലാ രീതിയിലും പുതുവർഷം നിങ്ങൾക്ക് നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും കൊണ്ട് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരുന്ന സമയമാണ്. നിങ്ങൾക്ക് ഈ ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പുതുവർഷം, ഈ വർഷം നിങ്ങൾക്ക് നല്ലതായിരിക്കും. എന്നാൽ നിങ്ങളെ ജാതകാൽ ഈ ഗ്രഹങ്ങളുടെ പ്ലാനറ്ററി പൊസിഷൻ എങ്ങനെ ഇരിക്കുമെന്ന് കൂടി ഒന്ന് നോക്കുമ്പോഴേ അതിനകത്ത്, അതുപോലെ നമ്മളെ ദശാപകാരങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കണം. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഫലം, ഗുണഫലം എത്ര വരും, അല്ലെങ്കിൽ എവിടെയൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ. വൃശ്ചികക്കൂറിൻ്റെ പുതുവർഷ ഫലം പറയാം. നമ്മൾ പൊതുവിലുള്ള ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും അറിയാം, വീഡിയോകളൊക്കെ കണ്ടതുകൊണ്ട് വൃശ്ചികക്കൂറിന് ആണ് ഈ ഇത്തവണത്തെ ഈ മാറ്റങ്ങളിൽ, ഈ പ്ലാനറ്ററി പൊസിഷൻ്റെ മാറ്റങ്ങളിൽ ഏറ്റവും കൂടുതൽ അനിഷ്ടം വന്നിട്ടുള്ള സമയം എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം വൃശ്ചികക്കൂർ എന്ന് പറയുമ്പം വിശാഖത്തിൻ്റെ അവസാനത്തെ 4-ാം പാദം, അനിഴം, തൃക്കേട്ട. അപ്പോൾ ഈ അനിഴം തൃക്കേട്ടക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു കുറച്ച് കാലമായിട്ട് സമയം അത്ര നന്നല്ല. ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, സന്താനങ്ങളെ കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുണ്ടാകാവുന്ന ചില തടസ്സങ്ങളോ ചില മനക്ലേശങ്ങളോ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികൾ, അതായത് സാമൂഹ്യ പ്രവർത്തന രംഗത്തോ കലാരംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്ന അസാമാന്യ കഴിവും മിടുക്കമുള്ളവർക്ക് പോലും ചില അപ്രതീക്ഷിതമായ തിരിച്ചടികളും ചില നോവുന്ന ചില അനുഭവങ്ങൾ കൂടെയുള്ളവരിൽ നിന്നൊക്കെ വരാം. അങ്ങനെ വരുന്നൊരു സമയമാണ്. കൂടെയുള്ളവരിൽ നിന്ന് എടുത്തു പറയാൻ കാരണം, നിങ്ങളുടെ 3ഉം 4ഉം ഭാവാധിപത്യമുള്ള ശനി 5-ലാണ്. 5-ലെന്ന് പറയുമ്പം നമ്മുടെ പ്രജ്ഞാ, മേധാ, വിവേകസ്ഥാനമാണ്. അവിടെ നമ്മൾ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരെ അല്ലെങ്കിൽ നമ്മളെ
ഒപ്പമുള്ള എന്താ പറയുക, ഉദ്യോഗസ്ഥരാണെങ്കിൽ നമ്മളെ സബോർഡിനേറ്റ്സിന്, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ എന്താ പറയുക അനുയായികളെ, നമ്മൾ ആത്മാർത്ഥ വിശ്വസ്ത സുഹൃത്തുക്കളെ, ഇവരെയൊക്കെ നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചതിൻ്റെ ഒരു അനിഷ്ടഫലം, തിക്തഫലം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയേണ്ട ഒരു സമയമാണ്. എന്നാൽ ഈ പുതുവർഷ ഫലത്തോടുകൂടി ഇതിനെല്ലാം മാറ്റം വരികയാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ 11ലേക്ക് ലാഭസ്ഥാനത്തേക്ക് ആര് വരുന്നു? ചൊവ്വ വരികയാണ്. ചൊവ്വയെന്ന് പറയുന്നത് നിങ്ങൾക്ക് ധൈര്യം, വീര്യം, പിന്നെ ഈ എന്താ പറയുക, കള്ളം, ചതി, വഞ്ചന തിരിച്ചറിയാനുള്ള കഴിവ്, നമ്മൾ എന്താ പറയുക, അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്താനും ബോൾഡായിട്ട് നോ പറയേണ്ടത് നോ പറയാനും കഴിയുന്നൊരു സമയം. അപ്പോൾ അവിടെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്ന ഒരു സമയമാണ് ഈ ചിങ്ങം മുതൽ അങ്ങോട്ടുള്ള ഒരു വർഷം. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും മാറി ചിന്തിക്കുന്നു. നമ്മുടെ ഇന്നലകളിലുള്ള നയങ്ങൾ മാറ്റുന്നു, വിശ്വാസങ്ങൾ മാറ്റുന്നു. നമ്മൾ ഒരുപാട് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന പലരെയും നമ്മൾ പിന്നെ രഹസ്യമായിട്ട് നിരീക്ഷിക്കാൻ തോന്നുന്നു. ഇങ്ങനെ ജീവിതത്തിൽ നാളേക്ക് വിജയം കൊണ്ടുവരാനുള്ള ഒരുപാട് പടികളിലേക്ക് നമ്മൾ കയറുകയാണ്. ഞാനെപ്പോഴും നമ്മുടെ വീഡിയോകളിൽ പറയാറുണ്ട്, ജ്യോതിഷം എന്നത് നമുക്കൊരു വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. അതായത് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിങ്ങൾ പൂജയോ മന്ത്രവാദമോ ചെയ്താലും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ദോഷങ്ങൾക്കും പരിഹാരം വരാൻ പോകുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുക. പിന്നെ ശരിയായിട്ട് തന്ത്രവും ഉള്ള ക്ഷേത്രങ്ങളിൽ ചെന്ന് തൊഴുക, നിങ്ങൾ കഴിയുന്ന യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. അങ്ങനെയുള്ള ക്ഷേത്ര താന്ത്രികന്മാരെ കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ലഘുവായ എന്തെങ്കിലും ഒരു താന്ത്രിക ക്രിയകൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. വലിയ എന്താ പറയുക, 10,000-കണക്കിന് രൂപ മുടക്കിയുള്ള നഷ്ടങ്ങളൊന്നും വരുത്താതിരിക്കുക. കാരണം ഒന്ന്, നിങ്ങൾ ധനപരമായിട്ട് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്, നഷ്ടം വരുന്ന സമയമാണ്. രണ്ടാമത്തേത്, നമ്മൾ നിലവിലുള്ള അവസ്ഥയിൽ ധനപരമായിട്ട് കടം വരാതിരിക്കാൻ സൂക്ഷിക്കുക. കാരണം ചിലവ് വർദ്ധിക്കാനും അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. അവിടെയെല്ലാം ചിലവ് ചുരുക്കി ശീലിക്കുക. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഈ അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരെയൊക്കെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. അവർ ജാതകാലം ഒരല്പം സാഹസികത കൂടിയവരായിരിക്കും. സാഹസികത കൂടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പെട്ടെന്ന് ചില അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളിൽ ചെന്ന് ഇറങ്ങും. അതായത് ആരെങ്കിലുമൊക്കെ പുതിയ പദ്ധതികളോ കാര്യങ്ങളോ കൊണ്ടുവന്ന് കൂടെ അതിൽ ചെന്ന് ചാടും. അതുപോലെ തന്നെ ധൈര്യത്തോടെ എന്തിനും ഇറങ്ങിത്തിരിക്കും. പക്ഷേ പിന്നീട് തിരിച്ചടികൾ വാങ്ങി അവസാനം സ്വയം പക്വത വരേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, സ്വയം അനുഭവിച്ച് പാഠം പഠിക്കുന്നതിനേക്കാൾ അന്യരുടെ അനുഭവങ്ങൾ ഗുരുത്വമായിട്ടെടുക്കുക. അവരാണ് ബുദ്ധിമാന്മാർ. കാരണം നമ്മൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളെ ഗുരുത്വമായിട്ടെടുത്തിട്ട് നമ്മൾ ഏത് വഴിക്ക് സഞ്ചരിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ കാരണം, നിങ്ങളെ സംബന്ധിച്ച് വലിയ ഊഹക്കച്ചവടങ്ങളിലോ സാമ്പത്തികം മുടക്കുന്ന കാര്യങ്ങളിലോ പോകാൻ പറ്റുന്നൊരു സമയമല്ല ഇപ്പം. അഷ്ടമത്തിൽ വ്യാഴം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓഹരി വിപണി, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, അപ്രതീക്ഷിതമായി വലിയ ഭാഗ്യം വരുമെന്ന് പറയുന്ന നമുക്ക് അറിഞ്ഞുകൂടാത്ത ബിസിനസ്സുകൾ കൊണ്ടുവന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത്. നമുക്കറിയാവുന്ന കാര്യങ്ങളെ ചെയ്യാവൂ. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വലിയ അനുഗ്രഹമായിട്ട് പോകാൻ തരുന്നൊരു അനുഗ്രഹം അമ്മയുടെ വഴിയിൽ നിന്ന്, അല്ലെങ്കിൽ അമ്മയുടെ കുടുംബ വഴിക്കുള്ള ധനമോ സ്വത്തോ ഒക്കെ വരാം, ഒരു സപ്പോർട്ട് വരാം. പൂർവികമായി നഷ്ടപ്പെട്ട് കിടന്ന ചില സ്വത്തുക്കൾ, അതായത് നമ്മൾ പറയില്ലേ, പണ്ട് നമുക്ക് അമ്മയ്ക്ക് എവിടെയോ കുറേ സ്ഥലം ഉണ്ടായിരുന്നു, പിന്നെ അത് നമ്മൾ നോക്കാനൊന്നും പോയില്ല എന്ന് പറയില്ല. അതുപോലെ നമ്മൾ മറന്നു കിടന്ന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ ശ്രദ്ധിക്കാതെ പോയ ചില ധനമോ ഭൂമിയോ സ്വത്തോ ഒക്കെ തിരിച്ചു വരാൻ സാധ്യതയുള്ള സമയമാണ്. അതിനുവേണ്ടി ചിലപ്പോൾ നമ്മളൊരു നിയമപരമായ കാര്യങ്ങളിൽ ഇറങ്ങാനും അതിനകത്ത് ഇടപെട്ട് അതിലൂടെ അതിനെ പോസിറ്റീവാക്കി എടുക്കേണ്ടിയും വരാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് വരുന്ന അപ്രതീക്ഷിത ഈശ്വരൻ തരുന്ന ഭാഗ്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ബുധൻ എവിടെയുണ്ട്? 9 ഭാഗ്യസ്ഥാനത്തുണ്ട്. അതായത് ഒറ്റ കാര്യമേ ഉള്ളൂ, സമയം എത്ര മോശമാണെന്ന് പറഞ്ഞിരുന്നാലും ബുദ്ധിയുള്ളവൻ
അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിയും ജീവിതം വിജയിപ്പിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ബുദ്ധിയും യുക്തിയും അപ്ലൈ ചെയ്യും. അതായത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യില്ല, അനിഷ്ടങ്ങളിൽ പോയി ചാടത്തില്ല, പിന്നെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അധ്വാനിച്ചോ ബുദ്ധിപൂർവ്വം നമ്മൾ ആവശ്യത്തിന് ഈശ്വരാധീനം കൊണ്ട് നേടും. അതായത് ഞാൻ പലപ്പോഴും എന്നെ കൺസൾട്ട് ചെയ്യുന്നവരുടെ ജാതകം നോക്കുമ്പോൾ അതിനകത്ത് ഞാൻ ഏറ്റവും വിശേഷാൽ നോക്കുന്ന, അവരുടെ പൂർവ്വജന്മം നോക്കുന്ന കൂട്ടത്തിൽ അവരുടെ പിന്നെ കുടുംബപരമായ ശാപതാപങ്ങൾ നോക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ബുദ്ധി. അതായത് എന്തെല്ലാം ഉണ്ടെങ്കിലും ബുദ്ധിയില്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് അത് ആ ആളിൻ്റെ നിന്ന് ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മുമ്പേ എത്രയോ ഉദാഹരണമുണ്ട്. വലിയ വലിയ കോടീശ്വരന്മാരായ, അതായത് ശതകോടീശ്വരന്മാരായ വലിയ ബിസിനസ്സുകാർ ബുദ്ധിമോശം കൊണ്ട് ചില പീരീഡുകളിൽ ചില ദശാപകാരങ്ങൾ വരുമ്പോൾ തറ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം, നമ്മുടെ പിന്നെ അറ്റ്ലസ് രാമേന്ദ്ര സാറിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ വലിയ വലിയ കോടീശ്വരനായിരുന്നിട്ട് ഒരു സമയത്ത് ചില പീരീഡുകളിൽ വരുന്ന ചില അബദ്ധ തീരുമാനങ്ങൾ, അബദ്ധ ഇടപെടലുകൾ കൊണ്ട് മാത്രം ജീവിതം പരാജയപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മുടെ ജാതകത്തിൽ ബുധൻ്റെ ഒരു ബലം, ബുദ്ധിയുടെ ബലം, 5ാം സ്ഥാനത്തിൻ്റെ ബലം. നമുക്ക് മേധാശക്തി, അതായത് പ്രജ്ഞ, മേധ, വിവേകമുള്ള ഒരാൾ ജീവിതത്തിൽ മറ്റെന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ഇതിനെ അതിജീവിക്കും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ജാതകം എപ്പോഴും, ജാതകമായിരുന്നാലും ജ്യോതിഷം എന്ന് പറയുന്നത് ഒട്ടൊക്കില്ലെന്നാണ്. നമുക്ക് വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. അവിടെ നമുക്ക് എന്തൊക്കെ നമ്മുടെ ഗ്രഹനില പ്രകാരം ഈശ്വരൻ തരുന്നോ അതിൻ്റെ ബാക്കിയെല്ലാം, ഇപ്പോൾ നമ്മൾ ചാരവശാല നോക്കിയാൽ ഇതെല്ലാം നിൽക്കുമ്പോഴും ഞാൻ പറയുന്നു, നമ്മുടെ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം വിജയിപ്പിക്കാൻ പറ്റും, 100%. അതുകൊണ്ട് ഇപ്പം സമയം കുറച്ച് മോശമാണ്, ഞാൻ ഒന്നിനും ഇറങ്ങുന്നില്ല എന്നല്ല. ഇറങ്ങുമ്പോൾ നമ്മൾ ബുദ്ധിയും യുക്തിയും, നേരത്തെ ഞാനൊരു ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞില്ലാത്ത ബിസിനസ്സിൽ പോയി ചാടാതിരിക്കുക. ഏത് ബിസിനസ്സിൽ ഇറങ്ങിയാൽ ആ ബിസിനസ്സിൽ ചെയ്ത് പരാജയപ്പെട്ട 5 പേരെ കാണുക, എന്തുകൊണ്ട് പരാജയപ്പെട്ടു ആ കാരണം അന്വേഷിച്ചിട്ട് അത് കവർ ചെയ്യാനുള്ള ബുദ്ധിയും യുക്തിയും കഴിവുണ്ടെങ്കിൽ ഇറങ്ങുക, ഇല്ലെങ്കിൽ ഇറങ്ങാതിരിക്കുക. നമ്മൾ പിന്നെ ജ്യോതിഷം എന്ന് പറയുന്നത് പകുതി ശാസ്ത്രവും പകുതി മനുഷ്യൻ്റെ ബുദ്ധിയും സൈക്കോളജിയാണ്. അത് ചെയ്യാൻ കഴിയാത്തവർ ജ്യോതിഷനെയോ ദൈവങ്ങളെയൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സമയം കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതാണെന്നൊരു ബോധത്തോടു കൂടി പോവുക. നിങ്ങൾക്ക് ഈ ചൊവ്വയൊക്കെ ഇപ്പോൾ അനുഗ്രഹം തരും. തീർച്ചയായിട്ടും നിങ്ങളെ 4 വന്ന് നിൽക്കുന്ന, കുടുംബസ്ഥാനത്ത് നിൽക്കുന്ന സർപ്പൻ നിങ്ങളെ ഗുണം ചെയ്യും. നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ചില സ്വത്തോ അപ്രതീക്ഷിതമായി പണ്ട് നഷ്ടപ്പെട്ട് കിടന്ന ധനമൊക്കെ വരും. കടങ്ങൾ നിങ്ങൾക്ക് ക്രമേണ മാറ്റിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്തും. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുതുവർഷം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ. ധനുക്കൂറിൻ്റെ ഫലം പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിലെ കാല്. അപ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാലെന്ന് പറയുന്ന ഈ നക്ഷത്രക്കാരെല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് പൊതുവിൽ നമ്മുടെ രാഹുകേതു മാറ്റം, ശനി മാറ്റം, പിന്നെ വ്യാഴമാറ്റമൊക്കെ വന്നപ്പോൾ നമുക്കറിയാം കുറേ ഗുണങ്ങളും വന്നിട്ടുണ്ട്. കാരണം 7-ൽ തന്നെ നമുക്ക് നിവൃത്തി സ്ഥാനത്ത് വ്യാഴം വരുന്നത് നല്ലതാണ്, വ്യാഴമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു വർഷം നല്ലത് തന്നെയാണ്. ഒപ്പം തന്നെ നമ്മുടെ 4-ൽ കണ്ടകസ്ഥാനത്ത് ശനിയുണ്ട്. പക്ഷേ ആ ശനി നമ്മളെ വലിയ ദോഷവും ചെയ്യത്തില്ല. അതിൻ്റെ കാരണം 4 എന്ന് പറയുന്നത് നമ്മളെ തറവാട്ടാണ്, കുടുംബമാണ്. അപ്പോൾ അവിടെ ശനി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, പൂർവിക സ്വത്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധുക്കളുമായിട്ട്, അതായത് അമ്മ വഴിക്കോ അച്ഛൻ വഴിക്കോ ഉള്ള നമ്മളെ തറവാട്ടിലുള്ള ബന്ധുക്കളുമായിട്ട് നമുക്ക് ചില സ്വരച്ചേർച്ചയോ ഇല്ലായ്മയോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു ക്ലാഷോ വഴക്കോ ശത്രുതയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ സമയം അത്ര നന്നല്ല, നമ്മൾ ആരോടും പിണങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ എത്ര നാളത്തേക്കാണ് ഭൂമിയിലൊരു വലിയൊരു നാടകത്തിൽ അഭിനയിക്കാൻ വന്നതാണ് നമ്മളെല്ലാം. നമുക്ക് തന്ന റോള് നമ്മൾ ഭംഗിയായിട്ട് ഇവിടെ നിർവഹിക്കുന്നു. അതിനകത്ത് കഴിയുന്നത്ര നമ്മളെ കൂടെ ഉള്ളവരോട് നീതിയും ന്യായവും സന്തോഷവും സ്നേഹവും കൊടുത്ത് പിരിഞ്ഞു പോവുക, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനിടയിൽ നമ്മളെന്തിനാ നമുക്ക് ബന്ധുക്കളായി തന്നവരോട് നമ്മൾ പിണങ്ങണം? ഒന്നും പാടില്ല.
ഒപ്പം തന്നെ കുടുംബ സ്വത്ത്പരമായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെറിയ തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മളത് നമ്മൾ നേരിട്ടൊന്നും പറയരുത്. നമ്മുടെ അതിൽ പറയാൻ പറ്റുന്ന ഒരു മധ്യസ്ഥത പറയാൻ പറ്റുന്ന ഒരു ധർമ്മവും നീതിയുള്ള ഏതെങ്കിലും വ്യക്തികളെ ഇടപെടുത്തി വേണം നമ്മൾ നേരിട്ട് സംസാരിക്കാനേ പോകരുത്. കാരണം തർക്കം വരാവുന്നൊരു സമയമാണ്. പിന്നെ മറ്റൊന്ന്, നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ധനപരമായിട്ട് ഒരുപാട് ഗുണം വരും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. ഇഷ്ടപ്പെട്ട ബന്ധങ്ങളുണ്ടായി വരും. പുതിയ സൗഹൃദങ്ങളുണ്ടായി വരും. പരസ്പരം ഇഷ്ടമായിരുന്നവർ അകന്നിരിക്കുകയോ അല്ലെങ്കിൽ അകൽച്ചയുണ്ടെങ്കിൽ അതെല്ലാം മാറും. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ ചെറിയ സൗന്ദര്യപ്പിണക്കോ അല്ലെങ്കിൽ ഒരു കുടുംബ വഴക്കോ അല്ലെങ്കിൽ കുടുംബ കോടതിയിൽ പോകുന്നൊരവസ്ഥയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു ന്യായമായ രീതിയിൽ നമ്മൾ പറഞ്ഞ് തീർത്ത് രമ്യതയിൽ പോകാവുന്ന ഒരു സമയമാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഗുണകരമായിട്ട് ഉപയോഗിക്കുക. അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് പുതുവർഷം കൊണ്ടുണ്ടാകാവുന്ന ഏറ്റവും വലിയൊരു നേട്ടം, ഈ 10 കർമ്മസ്ഥാനത്ത് ചൊവ്വ വന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഭൂമി, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. കാരണം അത്തരം കാര്യങ്ങൾ നമുക്ക് വിൽപ്പനയോ അല്ലെങ്കിൽ പുതുതായിട്ട് വാങ്ങിക്കാനോ പുതുക്കാനോ വീട് പുതുക്കി പണിയാനോ ഒക്കെ പറ്റുന്ന സമയമാണ്. ഒപ്പം തന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ ബോൾഡായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. ബോൾഡായിട്ട് തീരുമാനം പറയാൻ കാരണം, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, എന്നെ കൺസൾട്ട് ചെയ്യുന്ന നല്ലൊരു ശതമാനം ആത്മസുഹൃത്തുക്കൾക്കുള്ള പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു 10-25 വർഷമായിട്ട് ആയിരക്കണക്കിന് ജീവിതം പഠിക്കാൻ പറ്റി. അതിൽ നിന്നും പഠിച്ചൊരു പാഠം, ഈ നമ്മളിൽ ഒരുപാട്, അതായത് ആണായാലും പെണ്ണായാലും ജീവിതത്തിൽ നമ്മൾ ദുരഭിമാനം കൊണ്ട് സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾ, അതായത് നമ്മുടെ ലൈഫ് പാർട്ണറായിരുന്നാലും പിന്നെ നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്ത് അതിലൂടെ സഫർ ചെയ്ത് അവസാനം കീഴടങ്ങുന്നൊരവസ്ഥ വരും. അത് ചെയ്യരുത്. നിങ്ങൾ ഒരു കാര്യത്തിൽ നോ പറയേണ്ടടുത്ത് പറയണം. നിങ്ങൾ നമ്മളെ വ്യക്തിത്വം കളഞ്ഞു കുളിക്കരുത്. നമുക്ക് ഏതൊരു വ്യക്തിയും സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാ ഭാഗ്യങ്ങളും ആ ഓൾമൈറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചില സ്ഥലത്ത് ഒരാളിന് നന്നാവും എന്ന് വിചാരിച്ച് മാറ്റിവെക്കുകയും ചെയ്യരുത്. ഈ ലോകത്ത് നമ്മൾ ഒറ്റ ഭാഷയേ ഉള്ളൂ. നന്നാവേണ്ട ആൾ അതായത് അല്ലിക്കൊട് ചൊല്ലിക്കൊട് തള്ളിക്കളാന്നാണ്. അല്ലിക്കൊടുത്തിട്ടും ചൊല്ലിക്കൊടുത്തിട്ടും നന്നാവാത്ത ആൾ ഒരിക്കലും നന്നാവത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക, അവരുടെ ജീനിൻ്റെയും അവരുടെ പിന്നെ എന്താ പറയുക പാരമ്പര്യമായി കിട്ടുന്ന ചില ഗുണങ്ങളാണ്. അത് മാറില്ല. അവരുടെ ജാതകാൽ കിട്ടുന്ന ഗുണമാണ്, അത് മാറത്തില്ല. അപ്പോൾ അത് മാറ്റാൻ നമുക്ക് പറ്റില്ല. ഒന്നേ ചെയ്യാൻ പറ്റൂ, നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ഓരോ വ്യക്തിയും, ഞാൻ പറയുന്നു, നിങ്ങളെല്ലാം ഓരോ വ്യക്തി ഓരോ ദ്വീപാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് നിങ്ങളെ അതായത് നമുക്ക് പറയില്ലേ, നിങ്ങൾക്കുള്ള സിറ്റിസൺഷിപ്പ്, നിങ്ങളുടെ ഇൻഡിപെൻഡൻ്റായിട്ടുള്ള ഒരു വ്യക്തിത്വം, അത് ആരുടെ മുമ്പേ അടിയറ വയ്ക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാകെപ്പാടെ എപ്പോഴും ഒന്ന് മാത്രം ചിന്തിക്കുക, ജീവിതത്തിൽ നമ്മൾ ജ്യോതിഷത്തെ മാത്രമല്ല ആശ്രയിക്കേണ്ടത്, യുക്തിയും ബുദ്ധിയും കൂടെ അപ്ലൈ ചെയ്യണം. താമ്പാതി ദൈവം പാതി എന്നാണ്. ഈശ്വരൻ നിങ്ങൾക്ക് തരേണ്ടത് തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നതും നഷ്ടപ്പെടുത്തുന്നതും കഷ്ടപ്പെടുന്നതും നിങ്ങളെ യുക്തിയാണ്, അല്ല ജ്യോതിഷനെയോ ദൈവങ്ങളെയൊന്നും കുറ്റം പറയരുത്. രണ്ടാമത്തേത്, ഈ ജാതകത്തിൽ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഈ വ്യാഴം ഞാൻ പറഞ്ഞ 7 നിവൃത്തി സ്ഥാനത്താണ്. ബിസിനസ്സിൽ പുതിയ വഴിത്തിരിവുകളുണ്ടാവും, പുതിയ പാർട്ണർഷിപ്പ് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ സപ്പോർട്ടുകൾ വരും. ഇതെല്ലാം ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ കാരണം 8 ബുധനാണ്. പൊതുവിൽ ജ്യോതിഷത്തെ പറ്റി കുറച്ചൊക്കെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ആകെ ജ്യോതിഷത്തിലെ ഏറ്റവും പ്രശ്നമുള്ളൊരു ഭാവമാണ് 8ാം ഭാവം. അഷ്ടമം കഷ്ടമെന്നാണ്. പക്ഷേ ഈ ഗ്രഹങ്ങളിൽ 8ാം ഭാവം ഗുണകരമായ ഒരേ ഒരു ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ 8ൽ നിൽക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബുധൻ 8ൽ നിൽക്കുമ്പം ഈ കള്ളത്തനം, ചതി, വഞ്ചന തിരിച്ചറിയാൻ പറ്റും. അദ്ദേഹത്തിന് നമ്മളെ ഈ ഫ്രോഡ് തിരിച്ചറിയാൻ പറ്റും. നമ്മളിത് കലികാലമാണ്. നമുക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ, നമ്മൾ കുറച്ച് സാധ്യതയൊക്കെ ആണെങ്കിൽ നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും. അവിടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. പ്രത്യേകിച്ച് ഇതിനകത്ത്
ഞാൻ എടുത്തു പറയാൻ കാരണം ഈ സാമൂഹ്യ രംഗത്ത് കലാ സാഹിത്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, സെലിബ്രിറ്റികൾ, അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ വലിയ ബിസിനസ് നടത്തുന്നവർ, അതുപോലെ തന്നെ നമ്മളെന്താ പറയും, ഈ ഒരുപാട് ജോലിക്കാരെ വെച്ച് ജോലി ഡീൽ ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, അതായത് സാധാരണ ഉദ്യോഗസ്ഥരല്ല, ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നയിക്കേണ്ടി വരുന്നവർ, ഇവർക്കെല്ലാം കൂടെ നിൽക്കുന്നവരിൽ നിന്ന് എവിടെ നിന്ന് പണി വരുന്നു, ആരൊക്കെ നമുക്ക് വിശ്വസിക്കാൻ എല്ലാം തിരിച്ചറിയാൻ പറ്റുന്നൊരു സമയമാണ്. അത് നമ്മൾ യൂസ് ചെയ്യുക. കാരണം ബുധൻ 8 വരുമ്പോൾ അത് തിരിച്ചറിയിച്ചു തരും നമുക്ക്. ഇന്ന ആൾ നമുക്ക് ഗുണം ചെയ്യും, ഇന്ന ആൾ ദോഷം ചെയ്യും, ഇന്ന ആൾ ഇത്രയും നാൾ നമ്മളെ കൂടെ നിന്നുകൊണ്ട് പാര വെച്ചുകൊണ്ടിരുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിവിൻ്റെ ഒരു കാലമാണ് ഈ പുതുവർഷം. പിന്നെ മറ്റൊന്ന്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ 2ഉം 3ഉം ഭാവാധിപതിയായ ശനിയാണ് കണ്ടകസ്ഥാനമാണെങ്കിൽ 4 നിൽക്കുന്നത്. അപ്പോൾ 4 നിങ്ങൾ നിൽക്കുന്നത് 4 കണ്ടകസ്ഥാനമൊന്നും മാത്രമായിട്ട് ചിന്തിക്കേണ്ട, 4 കൊണ്ട് വേറെ ഗുണങ്ങളുമുണ്ട്. ആ സ്ഥാനത്ത് പോയി നിൽക്കുമ്പോൾ നമ്മുടെ ധർമ്മദേവതകളെ കൈവിടരുത്. നിങ്ങൾക്കിപ്പോൾ ധർമ്മദേവതാ പ്രീതി വരുത്തേണ്ട സമയമാണ്. അതായത് നിങ്ങളെ അച്ഛൻ വഴിക്കോ അമ്മ വഴിക്കോ അല്ലെങ്കിൽ തറവാട്ട് ദേവതമാരുണ്ടായിരുന്നെങ്കിൽ, കുടുംബ ദേവതമാരുണ്ടായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ വളർന്ന ആ സ്ഥലത്തുള്ള ഗ്രാമദേവതമാരുണ്ടായിരുന്നെങ്കിൽ ആ ദേവതമാരെ പോയി കാണുകയും അവരെ പ്ലീസ് ചെയ്യിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ? ഇതിനൊക്കെയാണ് അവസരം കൊണ്ടുവരുന്നത്. നമ്മൾ ജ്യോതിഷപരമായിട്ട് കുറേ കാശ് വരുമോ, ഉണ്ണാനും തിന്നാനും പറ്റുമോ, കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല ചിന്തിക്കേണ്ടത്. നമ്മളെ ജീവിതത്തിലെ എല്ലാ നാനാതുറകളിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഞാൻ ജാതകം നോക്കുമ്പോൾ അതിനകത്ത് ഒരു ജാതകത്തിനകത്തെ അവരുടെ പൂർവ്വജന്മം നോക്കിയിട്ട് ആ ജന്മത്തിനകത്ത് അവർക്ക് വന്ന പിഴവുകളും നന്മകളും എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഈ ജന്മം കറക്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും സൂക്ഷ്മമായിട്ട് നമ്മൾ ഈ ജാതകത്തെ എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് അന്ധവിശ്വാസം പാടില്ല, വിശ്വാസം മതി. അതായത് വിശ്വാസം മതി എന്ന് പറയാൻ കാരണം, ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് കണ്ടകസ്ഥാനത്ത് ശനി നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ 25,000 രൂപ മുടക്കിയുള്ള ശനീശ്വര പൂജ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അത് ഞാൻ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യില്ല. നിങ്ങൾക്ക് ക്ഷേത്ര വഴിപാടുകളും ചെറിയ ചെറിയ വഴിപാടുകളും ചെയ്യാം. ഒരിക്കലും പിന്നെ 10,000 രൂപ മുടക്കിയുള്ള വഴിപാടുകൾ ഞാൻ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യുകയില്ല. അതിൻ്റെ കാരണം, നമുക്ക് പൂർവ്വജന്മദോഷങ്ങൾ തീരണം. നമ്മളെ നിത്യ ഇതിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ ലഘുവായ വഴിപാടുകളോ പ്രാർത്ഥന ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി, ഗുണം ചെയ്യും. കോവിഡ് കാലത്ത് നമ്മളങ്ങനെയല്ലേ ചെയ്യുക. അതുകൊണ്ട് ഞാൻ അന്ധവിശ്വാസത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ വർഷം ധനുക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല വർഷമാണ്. നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യവും ഭാഗ്യവും വരും. ഇതെല്ലാം ഉപയോഗിക്കുക. ഭാഗ്യം വരുമെന്ന് പറഞ്ഞിട്ട് ലോട്ടറി അടിച്ച് കോടീശ്വരനാവുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതൊക്കെ മണ്ടത്തരമാണ്. അപ്രതീക്ഷിതമായി ചെറിയ ചെറിയ ധനഭാഗ്യങ്ങൾ വീണ് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ പണ്ട് ഒരാളിനെ സഹായിച്ചു, അയാൾ തിരിച്ച് വേണ്ടാന്ന് പോലും പറഞ്ഞിട്ട് പോയായിരിക്കും, ആൾ രക്ഷപ്പെട്ടിട്ട് തിരികെ വന്ന് നിങ്ങൾക്ക് ധനം തരും. ജീവിതത്തെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്ന, നമ്മൾ ആ പ്രപഞ്ചശക്തിയിലേക്ക് ഒരു നല്ല കാര്യം എടുത്തിട്ടാൽ അത് തിരിച്ചു വരും, നമുക്ക് വന്നിരിക്കും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. മകരക്കൂറിൻ്റെ പുതുവർഷ ഫലം ആയതുകൊണ്ട് ഉത്രാടത്തിൻ്റെ മുക്കാൽ, തിരുവോണം, അവിട്ടം പകുതി, ആദ്യ പകുതി, ഇത്രയും വരുന്നവരാണ് നമ്മൾ മകരക്കൂറായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇനി മകരക്കൂറിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു പൊതു അവസ്ഥ വെച്ച് നമുക്കറിയാം, ശനിദോഷം മാറി നിൽക്കുന്ന സമയമാണ്. അതായത് നമ്മൾ നേരത്തെ തന്നെ പലപ്പോഴും ആ ശനി മാറ്റത്തിലൊക്കെ ചിന്തിച്ചു. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, നമ്മളെ 7.5 ശനി മാറി നമ്മളൊന്ന് സ്വസ്ഥമായ സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ സർപ്പദോഷം, സർപ്പം 2ലേക്ക് വന്നുകൊണ്ട് വലിയ അനിഷ്ടമില്ല, എന്നാൽ വലിയ ഗുണവും ചെയ്യത്തില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട, അതിനകത്ത് വലിയ കടുത്ത ദോഷങ്ങൾ, മാരക ദോഷങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാത്രം ചിന്തിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മളതിനെപ്പറ്റി വലിയ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ എന്താ പറയുക, വ്യാഴം നമുക്ക് അത്ര അനുകൂലമല്ല. അപ്പം അതുപോലെ തന്നെ വ്യാഴം അനുകൂലമല്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ, വ്യാഴം നമുക്ക് 6-ലാണ്. 6 വ്യാഴം ഗുണം ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ദോഷവും ചെയ്യത്തില്ല. അതായത് വ്യാഴം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സർവേശ്വരകാരകനാണ്. നമ്മളെ അമ്മാവനോ നമ്മളെ കാരണവസ്ഥാനത്തുള്ള ഒരാളാണ്. നമ്മളെ കാരണവർ നമ്മളെ എന്തെങ്കിലും ദ്രോഹിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയുന്നില്ല, അത്രയേ ഉള്ളൂ. അദ്ദേഹം നമ്മളെ സഹായിക്കാൻ പറ്റാത്തൊരു സ്ഥാനത്ത് പോയി നിൽക്കുന്നു. ഇങ്ങനെ ചിന്തിച്ചാൽ മതി.
കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയും ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ അമ്മാവനൊരു പിന്നെ IPS ഉദ്യോഗസ്ഥനാണ്. നമുക്ക് കേരളത്തിൽ IG ആയിട്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അദ്ദേഹം പ്രൊമോഷനായി നേരെ നാഗാലാൻഡിൽ പോയി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ MD ആയിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ കാര്യത്തിനും വലുതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, മിണ്ടാതെ അവിടെ ഇരിക്കാം, അത്രയേ ഉള്ളൂ. ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെ ദോഷം ചെയ്യത്തില്ല അദ്ദേഹം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വ്യാഴത്തെ ഒന്ന് എൻഹാൻസ് ചെയ്യണം, ഒന്നുകൂടെ പുഷ്ടിപ്പെടുത്തണം, ഒന്നുകൂടി നമുക്ക് സഹായം ചെയ്യാവുന്ന രീതിയിൽ വ്യാഴത്തിനെ നമ്മൾ പുഷ്ടികർമ്മങ്ങളായിട്ടുള്ള എന്താ പറയുക, വിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക, വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികൾക്ക് വഴിപാടുകൾ ചെയ്യുക, പുരാതനമായ വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. നിങ്ങൾ ഏത് മതത്തിലോ ജാതിയിലായിരുന്നാലും അവരവരുടെ ഈശ്വരന്മാർ, അതായത് പിന്നെ അള്ളാ ആയിരുന്നാലും ക്രിസ്തുദേവനായിരുന്നാലും അവരെല്ലാവരും നമ്മളെ ഈ പറഞ്ഞ പോലെ വിഷ്ണു പോലെ ബ്രഹ്മത്തിൻ്റെ അംശം തന്നെയാണ്. അവരെ എല്ലാവരെയും നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മളെ പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക, സുവിശേഷം പാരായണം ചെയ്യുക, പിന്നെ മെഴുകുതിരി തെളിക്കുക. പിന്നെ പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വാങ്കുവിളി സമയത്ത് കൃത്യമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ബാധിക്കില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുക. ഇനി നിങ്ങൾക്ക് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് നല്ല സ്ഥാനത്തായിരുന്നു ആര്? കേതു മാറിയതും അത്ര നന്നല്ല. കാരണം കേതു അഷ്ടമത്തിലാണ്. അഷ്ടമത്തിലെ കേതു കുറച്ച് കഷ്ടം ഉണ്ടാക്കുമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ മകരക്കൂറിൽപ്പെട്ടവർ പ്രായം ചെന്നവരാണെങ്കിൽ അവർക്ക് അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതുപോലെ തന്നെ ഈ രോഗാവസ്ഥയിലൊക്കെ ആയവരാണെങ്കിൽ അവർക്ക് നല്ലപോലെ ശ്രദ്ധ കൊടുക്കണം. പിന്നെ ഇനിയും നമ്മൾ വേറൊന്ന് പറയുന്നത്, ഈ തീരെ അവശ്യ നിലയിലെത്തിയ, അതായത് ആഫ്റ്റർ 80 വയസ്സൊക്കെ കഴിഞ്ഞ് സ്ഥിരമായി കിടപ്പ് രോഗിയായിപ്പോയി, അവർക്ക് ഇനി ഭൂമിയിൽ നിലനിൽക്കാൻ ഒരു അവസ്ഥ ഇല്ലാത്തവരാണ്, എന്ന മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിന് മോക്ഷപ്രാപ്തി കിട്ടുന്ന ചില മാർഗ്ഗങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ ഒരു ആത്മാവിനോട് ചെയ്യാവുന്ന പുണ്യമാണത്. അപ്പോൾ അവർക്ക് സ്വസ്ഥമായിട്ട് ഈ ഈശ്വരാനുഗ്രഹം വന്ന് ഈ പഴകിയ ജീർണിച്ച ബോഡി വിട്ടിട്ട് അവർക്ക് പിതൃലോകത്ത് പോയി വീണ്ടും ഒരു പുതിയ ബോഡിയോടുകൂടി വന്ന് ജന്മം എടുക്കാൻ പറ്റും. എപ്പോഴും നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാവൂ. ഇനി മറ്റൊന്ന്, ഇത് പറയാൻ കാരണം 8ലെ കേതു ആയതുകൊണ്ടാണ്. 8ലെ കേതു ആകുമ്പം ഇങ്ങനെ ഒരു കഷ്ടാവസ്ഥയിലൊക്കെ ഉള്ളവർക്ക് മോക്ഷഗതി കിട്ടാവുന്നൊരു സമയമാണ് ഇപ്പോൾ. പിന്നെ മറ്റൊന്ന്, കാരണം കേതു മോക്ഷകാരകനാണ്. ഒരു ജാതകത്തിൽ 12ലോ 8ലോ കേതു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളണം ആ ആളിന്, കാരണം ഞാൻ പറഞ്ഞില്ലേ ജാതകാൽ, ഞാൻ ഒരാളുടെ ജാതകം നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പൂർവ്വജന്മത്തിൽ ഇയാൾ എന്തൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പിന്നെ ദുഷ്കൃതം ചെയ്തിട്ടുണ്ടെന്നാണ്. അതിനനുസരിച്ച് നമ്മൾ ആ ജാതകത്തെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവന്നാൽ ഈ ജന്മം കുറേ, അവർ വലിയ കോടീശ്വരൊന്നും ആയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, ശാന്തവും സമാധാനമായിട്ട് ജീവിച്ചു പോകും. അപ്പോൾ ഈ 8ലോ 12ലോ ഈ കേതു നിൽക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ പൊതുവിലുള്ള ഞാൻ പറഞ്ഞ ജാതകത്തിലാണേ, ഇതല്ല, സ്വന്തം ജാതകം നിൽക്കുകയാണെങ്കിൽ അവരുടെ ജാതകത്തിൽ അവർക്ക് ജീവിതത്തിൽ കുറേ കഷ്ടത കൂടുതലായിരിക്കും. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, പൂർവ്വജന്മത്തിൽ നിന്ന് ബാക്കി വന്ന കഷ്ടതയെല്ലാം ഈ ജന്മം അനുഭവിച്ച് തീർത്ത് അവർ ഈ ജന്മം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജന്മമില്ല, അവർ മോക്ഷഗതിയിലേക്ക് പോവുകയാണ്. അതായത് അവർ പ്രപഞ്ചശക്തിയുടെ പേരിൽ പറഞ്ഞാൽ പ്രപഞ്ച ശക്തിയിലേക്ക് ലയിക്കുകയാണ്. അവർ വീണ്ടും ഒരു എന്താ പറയുക, വീണ്ടും ഒരു ജന്മമെടുത്ത് ഭൂമിയിലേക്ക് വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു സത്യം. ഇനി നമ്മൾ ഇതിനകത്ത് വേറൊരു ക്ലോസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല ജീവിത അനുഭവങ്ങൾ ഉള്ളവരായിരിക്കും. കാരണം ജീവിത അനുഭവം എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം, നല്ല സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ഇവർ. അപ്പം ഇത് എടുത്തു പറയാൻ കാരണം ഇവരുടെ നേരെ കൂറിൻ്റെ 7ലാണ് ബുധനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് ചില ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം വരും. അതായത് അശനശയന സുഖം, അതുപോലെ തന്നെ ദാമ്പത്യ സുഖം, അതുപോലെ തന്നെ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സൗഹൃദങ്ങൾ വഴിയുള്ള ഗുണങ്ങൾ. സൗഹൃദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കൂടെ പണ്ട് പഠിച്ചിരുന്ന, സ്കൂളിൽ പഠിച്ചിരുന്ന, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് ആയിരുന്ന, അല്ലെങ്കിൽ കൂടെ പണ്ട് വർക്ക് ചെയ്തിരുന്ന, ഇപ്പോൾ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ട് ഉള്ള കൂട്ടുകാർ, ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവർ, പക്ഷേ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. നമ്മൾ ഇപ്പം മനസ്സിൽ വിചാരിക്കും, ആ കൃഷ്ണൻകുട്ടി ഇപ്പോൾ എവിടെയാണോ എന്തോ ഒന്ന് കാണാൻ കിട്ടിയെന്നേ കൊള്ളായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷേ അവരെല്ലാം തിരിച്ച്
നമ്മളുമായിട്ടൊരു മീറ്റിങ്ങിന് ഇടയുണ്ടാകുന്ന, അല്ലെങ്കിൽ കണ്ടുമുട്ടാൻ കഴിയുന്ന, അല്ല അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളിലേക്ക് വരുന്നൊരു സമയമാണത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് ആ ബുധൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിവാഹ കാര്യങ്ങളിലും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾ, ബിസിനസ്സിലായിരുന്നാലും ലൈഫിലായിരുന്നാലും ഒക്കെ ബുദ്ധിപരമായി തീരുമാനം എടുക്കാവുന്ന സമയം. എങ്ങനെ ബുദ്ധിപരമായിട്ട്? നിങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. വിവാഹ കാര്യത്തിൽ ധാരാളം ജാതകം ഞാൻ പരിശോധിക്കുമ്പോൾ അതിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, വിവാഹ കാര്യത്തിൽ പലരും ഈ ആദ്യകാലത്ത് ചില കടുംപിടുത്തമായിട്ട് നിൽക്കും. ഇന്ന ഇതുണ്ടായിരിക്കണം, ഇന്ന പൊസിഷനുള്ള ആളുടെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ കുറേ നീണ്ടുപോയി കല്യാണം നടക്കാതെ വരുമ്പോൾ അവർ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതുപോലെ നമ്മളെ ജീവിതത്തിൽ കല്യാണം മുടങ്ങിയിട്ടോ, അല്ലെങ്കിൽ ജീവിതത്തിൽ കല്യാണം നടക്കാതെയോ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മാരേജിനോ, അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ എന്താ പറയുക, നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് പിണങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരാണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് അതിൽ നല്ലൊരവസ്ഥയിൽ എത്താൻ പറ്റുന്ന ഒരു വഴികൾ തെളിയുമെന്നർത്ഥം. മനസ്സിലായാലും ഇതെല്ലാം ഉപയോഗിക്കണം നിങ്ങൾ. ഇതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ ജാതകാൽ എപ്പോഴും ധനം വരുമോ, പിന്നെ നമ്മുടെ വീട് നന്നാക്കുമെന്ന് മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ല, ജോലി നന്നാവുമെന്ന് ആലോചിച്ചിട്ടും കാര്യമില്ല. ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കർമ്മത്തിൽ ഗുണം വരുന്ന കാലമാണ്. നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാം, വിദേശത്ത് പോകാം, അതുപോലെ പുതിയ നിലവിലുള്ള ജോലി വിട്ട് പുതിയ ജോലിയിലേക്ക് പോകാം, അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയ പഠനങ്ങൾ ചെയ്യാൻ ഇതൊക്കെ പറ്റുന്ന സമയമാണ്. ബുധൻ നിങ്ങളിതെല്ലാം സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരികയും നിങ്ങളുടെ തീരുമാനങ്ങൾ കൊണ്ട് ജീവിതം ഒരുപാട് പുഷ്ടിയിലേക്ക് ഉയർച്ചയിലേക്കും പോകുന്ന സമയമാണ്. അത് ഉപയോഗപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ച് വരട്ടെ, നിങ്ങൾ ഗുണകരമായ ചേഞ്ച് വരട്ടെ, നിങ്ങൾ ഒരുപാട് ഉയർച്ചയിലേക്ക് പോട്ടെ. കുംഭക്കൂറെന്ന് പറയുമ്പോൾ നമ്മുടെ അവിട്ടത്തിൻ്റെ ബാക്കി വന്ന 2 പാദം, അതായത് 3-4 പാദം. ചതയം, പൂരിട്ടാതിയുടെ 3/4, 1, 2, 3 പാദങ്ങൾ. അപ്പോൾ ഈ കുംഭക്കൂറിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പുതുവർഷം ഫലമാണ് പറയണത്, ചിങ്ങമാസമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നു, കുംഭക്കൂറുകാർക്ക് ഞാൻ പൊന്നോണ ആശംസകൾ നേരുകയാണ്. കാരണം ചിങ്ങം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലത് വരട്ടെ, നമുക്ക് നല്ലത് കൊണ്ടുവരാൻ, നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി, കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന കഷ്ടതകൾ മാറ്റി നമുക്ക് ഒരു പുതുമയിലേക്ക് കൊണ്ടുവരാനായിട്ട് മലയാളികളുടെ എല്ലാ അഭിമാനവും ആഹ്ലാദവുമായ പൊന്നോണ ആശംസകളാണ് ഞാൻ നേരുന്നത്. തീർച്ചയായിട്ടും ഈ പൊന്നോണത്തോടുകൂടി നമ്മളെല്ലാം രക്ഷപ്പെടും, നന്നാവും, ധൈര്യമായിട്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ നന്നായിരിക്കുകയാണ്. കാരണം വ്യാഴം മാറിയത് 5ലേക്ക് വന്നു. അപ്പോൾ ആ വ്യാഴമാറ്റം ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. കാരണം ആ വ്യാഴമാറ്റത്തിന് മുമ്പേ ഉള്ള ഏകദേശം ഒരു കുറച്ച് കാലം നമുക്ക് അത്ര നന്നല്ലായിരുന്നു. അതായത് വ്യാഴമാറ്റത്തിന് മുമ്പേ ഉള്ള 2 വർഷം നമ്മൾ മൂക്കൊണ്ട് ഇക്ഷ എണ്ണ എഴുതി കാണും. പ്രത്യേകിച്ച് ചതയം, അതുപോലെ അവിട്ട നക്ഷത്രക്കാർ, പൂരിട്ടാതി നക്ഷത്രക്കാർ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ സമയത്ത് നമുക്ക് ഈ കുംഭക്കൂറിനെ സംബന്ധിച്ച് അഷ്ടമത്തിലായിരുന്നു കേതു. അപ്പം 8ലെ കേതു, പിന്നെ വ്യാഴം സർവേശ്വരകാരന് അനുകൂലമല്ല. ഈ കൂട്ടത്തിൽ 7ര ശനി നടക്കുകയാണ്, ജന്മശനിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പം നമ്മൾ ഒരുപാട് പാടുപെട്ടു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതായത് നമ്മൾ വലിയ ഉയർച്ചകളൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല ഈ കൂറുകാരെ സംബന്ധിച്ച്. എന്നാൽ ദൈവാധീനമുള്ളവരും നേരത്തെ തന്നെ ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് ജീവിച്ചവരെ സംബന്ധിച്ച് വലിയ കഷ്ടതകൾ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശ്വരാനുഗ്രഹത്തോടെ, ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്തോടെ ജീവിച്ചവർക്ക് കഷ്ടതയില്ല എന്ന് പറയാൻ കാരണം, ഞാൻ എപ്പോഴും വീഡിയോകളിൽ പറയാറുണ്ട്, ജ്യോതിഷം എന്നത് വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. നമ്മുടെ ഈ ജാതകാൽ ചാരവശാൽ ഇതിൻ്റെ മാറ്റങ്ങൾ നമ്മളെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ, താമ്പാതി ദൈവം പാതി എന്ന് പറഞ്ഞ കണക്ക് ആ പ്രപഞ്ചശക്തി നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യുന്നതും അത് വിജയിപ്പിക്കുന്നതും അല്ലെങ്കിൽ പരാജയപ്പെടുന്നതും നമ്മളെ യുക്തിയും ബുദ്ധിയാണ്. ഈ താമ്പാതി എന്ന് പറഞ്ഞ പാതി ആരും ഉപയോഗിക്കില്ല, അതാണ് കുഴപ്പം. അവിടെ നമ്മൾ യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കണം. ഇതെടുത്ത് പറയാൻ കാരണം, വളരെ നല്ല സമയങ്ങളുണ്ടായിരുന്നു നമുക്ക് ഈ കുംഭക്കൂറുകാർക്ക്. ആ സമയത്ത് നമ്മുടെ നല്ല കാലങ്ങളിൽ നമ്മൾ പണ്ടുള്ളവർ പറയും, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തർക്കാം എന്ന് പറഞ്ഞാൽ, നമ്മളെ നല്ല കാലത്ത് തന്നെ നമ്മൾ ആ പ്രപഞ്ചശക്തിയെ വിശ്വസിച്ച് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിച്ച് ഗുണകരമായ കാര്യങ്ങൾ, ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത്
ആർക്കും ഒരു ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യാതെ സ്വസ്ഥമായിട്ട് പ്രാർത്ഥനയോടെ ഈശ്വരാനുഗ്രഹത്തോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടകാലം വരുമ്പോഴും ആ പോസിറ്റീവ് എനർജിയുടെ പിൻബലം നിങ്ങൾക്കുണ്ടാവും. കാരണം അന്ന് നമ്മളെ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ച നിക്ഷേപം പലിശ ഉൾപ്പെടെ കിടക്കുകയാണ്. ഞാൻ പലപ്പോഴും വീഡിയോകളിൽ പറയാറുണ്ട്, ഞാൻ ഒരു ജാതകം ട്രേസ് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും നോക്കുന്നത് അവരുടെ പൂർവ്വജന്മത്തിൽ എത്ര പുണ്യം ഉണ്ടായിരുന്നു, എത്ര സുഹൃതവും ദുഷ്കൃതവും ഉണ്ടെന്നാണ്. പൂർവ്വജന്മം നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ വ്യക്തി എന്ത് ചെയ്താൽ വിജയിക്കുക, അല്ലെങ്കിൽ എത്ര ചാടാൻ പറ്റും, നമുക്ക് എത്രത്തോളം നമുക്ക് നമ്മുടെ ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ പോസിറ്റീവ് കർമ്മങ്ങളുടെയും ഡെപ്പോസിറ്റ് നമ്മുടെ ബാങ്കിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇഹത്തിലും പരത്തിലും എന്ന് പറയില്ലേ, അപ്പോൾ പരത്തിൽ നമുക്കൊരു ഡെപ്പോസിറ്റ് ഉണ്ട്, അവിടെ ഒരു ബാങ്കുണ്ട്. നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ എപ്പോഴും ദയാദാനം, തീർത്ഥാടനം, പുണ്യകർമ്മങ്ങൾ വേണമെന്ന് പറയുന്നതിനാണ്. അതിൻ്റെ ഡെപ്പോസിറ്റ് നമുക്കവിടെ കിടക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കഷ്ടകാല സമയത്തും ഈ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ വലിയ കഷ്ടത വരികില്ല എന്ന് ആദ്യം ഉറപ്പിച്ചോളുക. ഞാനിത് എടുത്തു പറയാൻ കാരണം കുംഭക്കൂറുകാർ കഴിഞ്ഞ കുറേ വർഷമായിട്ട് കുറച്ച് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് 5 വ്യാഴം വന്നത് എന്താണ്? വ്യാഴം നമുക്ക് അനുകൂലമായി 5, 9 നല്ല ഭാവമായതുകൊണ്ട് നമുക്ക് ധനപരമായിട്ട് കുറച്ച് പുഷ്ടി വരും, കടങ്ങൾ തീരും, നമുക്ക് പുതിയ ധനം ഉണ്ടാകാനുള്ള മാർഗ്ഗങ്ങൾ, അതായത് ഒരിക്കലും ലോട്ടറി അടിച്ച് കോടീശ്വരനാകുമെന്ന് ഞാൻ പറയില്ല. പകരം നമ്മൾ അധ്വാനിച്ച് കാശുണ്ടാക്കാനുള്ള വഴികൾ ആ പ്രപഞ്ചശക്തി നമുക്ക് കൊണ്ടുതരും. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബന്ധങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യും. നമുക്ക് ചില ബിസിനസ്സിലൊക്കെ നിന്നവരാണെങ്കിൽ അവർക്ക് പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനോ അല്ലെങ്കിൽ അതിനുള്ള പുതിയ സാധ്യതകളോ തെളിഞ്ഞു വരും. അതുപോലെ ജോലിയിലിരുന്നവർക്ക് നിലവിലുള്ള ജോലിയിൽ നിന്നൊരു മാറ്റമോ പ്രമോഷനോ അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് ഒരു ചേഞ്ച്, ഒരു മാറ്റമൊക്കെ, ഒരു സ്ഥലം മാറ്റമൊക്കെ കിട്ടാം. ഇപ്പോൾ ഈ കുംഭക്കൂറുകാരെയൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലം നമ്മൾ എന്താ പറയുക, ഒരു സസ്പെൻഷനോ ഡീപ്രമോഷനോ അല്ലെങ്കിൽ വളരെ മേലധികാരികളുടെ താക്കീതോ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടാത്ത ഒരു ദേശത്ത് കൊണ്ടുവന്ന് നമ്മളെ ഡംപ് ചെയ്തിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരായിരിക്കാം. അവിടെ നിന്ന് നമുക്കൊരു മുക്തി, നമുക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്വസ്ഥമായിട്ട് നമ്മളെ കുടുംബത്തെയും കൂടെ നോക്കത്തക്ക രീതിയിലൊരു നല്ല നമ്മളെ നാട്ടിലേക്കൊക്കെ ഒരു ട്രാൻസ്ഫർ കിട്ടാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ മനസ്സിലായില്ല. അടുത്തത്, ഇവർക്ക് ഈ വിവാഹ തടസ്സമോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധങ്ങളിലുള്ള കഷ്ടതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉടനെ മാറും ഞാൻ പറയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെ കേതു അഷ്ടമത്തിൽ നിന്ന് മാറിയെങ്കിൽ അത് കണ്ടകസ്ഥാനത്ത് വന്നു. കണ്ടകസ്ഥാനം എന്ന് പറഞ്ഞാൽ 7ആണ്. 7 ലൈഫ് പാർട്ണർഷിപ്പ്, ബിസിനസ് പാർട്ണർഷിപ്പ്, ആത്മാർത്ഥ ബന്ധുക്കൾ, സുഹൃത്തുക്കളാണ്. അതായത് നമ്മളെ കൂടെ നിന്ന് ഒപ്പം നിന്ന് നമ്മളെ ചുറ്റും നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ. നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പിണറായി സഖാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചുറ്റി നിൽക്കുന്ന ഒരു പ്രോട്ടോക്കോൾ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമുക്കും ഉണ്ട് ഒരു പ്രോട്ടോക്കോൾ. നമ്മളെ കൂടെ എപ്പോഴും ഇല്ലെങ്കിലും നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ വെൽവിഷേഴ്സായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാകും നമ്മളെ കൂടെ. നമ്മുടെ വെൽവിഷേഴ്സായിട്ടുള്ള ബന്ധുക്കൾ, നമ്മുടെ പാർട്ട്നേഴ്സ്, അവരെല്ലാം നമ്മളെ പാർട്ട്നേഴ്സാണ്, ഒരു വഴിക്ക് അല്ലെങ്കിൽ വേറൊരു വഴിക്ക്. അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ, മാനസികമായി നമ്മളെ ഉയർച്ച ആഗ്രഹിക്കുന്നവർ, അവരെയാണ് നമ്മളിപ്പോൾ സൂക്ഷിക്കേണ്ടത്. കാരണം കൂടെ നിൽക്കുന്ന ആര് കാല് വരുന്ന ഈ ഇന്നലെ വരെ നിന്നിട്ട് നമ്മളറിയാതെ ആരൊക്കെ നമ്മളെ ചതിച്ചുകൊണ്ടിരുന്നു, നമുക്ക് രഹസ്യമായിട്ട് ഇങ്ങനെ എന്താ പറയുക, നമുക്കെതിരെ ഇങ്ങനെ രഹസ്യ ചോർത്തൽ നടത്തിക്കൊണ്ടിരുന്നു എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. പ്രത്യേകിച്ച് നല്ല എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥരിലിരിക്കുന്നവർക്ക്, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക്, സെലിബ്രിറ്റികൾക്ക്, കലാരംഗത്തുള്ളവർക്കൊക്കെ ഇത് തിരിച്ചറിയാൻ പറ്റുന്നൊരു സമയമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ തിരിച്ചറിവുകൾ നാളത്തേക്കുള്ള പാഠമാക്കി മാറ്റി അതിനകത്ത് വരേണ്ട മാറ്റങ്ങൾ വരുത്തുക. നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ ചിന്തകളിലും റെക്ടിഫിക്കേഷൻ വരുത്തി ഒരു പുതിയ പുനർചിന്തനത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നന്നായിരിക്കും. അതിൻ്റെ കാരണം നമുക്ക് ഇപ്പോൾ ഒരു ഉയർച്ച ചെറുതായിട്ട് കിട്ടിയൊരു സമയമാണെങ്കിലും 5ൽ നിൽക്കുന്ന വ്യാഴം ഈ ഇനി വരാൻ പോകുന്ന 2026 മാർച്ച് ആകുമ്പോൾ 6ലേക്കാണ് പോണത്. ഞാൻ അഡ്വാൻസായിട്ട് കാര്യം പറയണമെന്നേ ഉള്ളൂ. കാരണം 6ലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും, 6 ചതി, വഞ്ചന, അതുപോലെ തന്നെ നഷ്ടങ്ങൾ ഒക്കെ വരാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന് ഇപ്പോഴേ ഒരു മുന്നറിയിപ്പ് ഈശ്വരൻ തരികയാണ്, ആ പ്രപഞ്ചശക്തി തരികയാണ്. അത് നമ്മൾ മുന്നേ കണ്ടുപോയാൽ അന്ന് നമുക്ക് വലിയ വീഴ്ചകൾ വരാതെ, അതായത് നഷ്ടങ്ങൾ വരാതെ സൂക്ഷിക്കാം. ഇനി
ഞാൻ ഇപ്പോഴേ പറയുന്നു, ഇനിയിപ്പോൾ ഇപ്പോഴും നിൽക്കുന്ന 5 കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ധനപരമായിട്ട് ഗുണമൊക്കെ വന്നാൽ പോലെ അന്ന് കടവും ബാധ്യതയും നഷ്ടങ്ങളും വരാതിരിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത വരവിൽ നമുക്ക് ഇത്രയും ഗുണം ചെയ്യില്ല എന്ന് വിചാരിച്ച് സ്വസ്ഥമായിട്ട് പോവുക. പക്ഷേ അന്നത്തെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വിവാഹത്തിലോ അല്ലെങ്കിൽ മറ്റ് മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കുറേ പോസിറ്റീവായിട്ട് മാറും. വിവാഹ തടസ്സങ്ങൾ, അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളിലുള്ള അകൽച്ചകൾ, ചില സൗന്ദര്യപ്പിണക്കങ്ങൾ, ഇതെല്ലാം മാറിക്കിട്ടും. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കണം, കുടുംബത്തിൽ വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. കാരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങാൻ സാധ്യതയുള്ള സമയമാണ്. അതായത് നമ്മൾ നല്ലതിന് വേണ്ടി പറഞ്ഞാൽ പോലും ആ അർത്ഥത്തിൽ നമ്മളെ പിന്നെ ഓപ്പോസിറ്റ് സെക്സ് എടുക്കില്ല, അവർ അതിനൊരു തെറ്റിദ്ധാരണ കണ്ടെത്തും, അടിയുണ്ടാവും. അതുകൊണ്ട് നമ്മൾ വാക്കുകളിൽ നമ്മുടെ സമയം അത്ര നല്ലതല്ല എന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ആയി കൊടുക്കുക. രണ്ടാമത്തേത്, ഈ സമയത്ത് നിങ്ങൾക്ക് 7ര ശനിയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ജന്മശനിയും കൂടെ കഴിഞ്ഞു, ഇനി ഉള്ള 2 വർഷം കൂടെ ഇനി ശനിയുള്ളൂ. അപ്പോൾ ആ പീരീഡിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശനി ആദ്യകാലത്ത് നിങ്ങൾക്ക് കഷ്ടപ്പാട് കുറച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഈ അവസാന സമയത്ത് പോകുന്ന പോക്കിൽ ശനി വാരിക്കോരി അനുഗ്രഹിച്ചിട്ട് പോകുന്നതാണ്. ഇനി ആദ്യകാലത്ത് നിങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന പോക്കിൽ ശ്രദ്ധിക്കുകയും വേണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ശനിയെ സംബന്ധിച്ച്. ശനി 7ര ശനിയിൽ ആദ്യകാലത്ത് നിങ്ങൾക്ക് ജാതകാൽ ശനി നിങ്ങളെ ദശ ഇതൊക്കെ കൊണ്ട് അനുകൂലമാണ്, ജാതകാൽ യോഗകാരകനാണ്. നിങ്ങളുടെ ജാതകത്തിൽ അപ്പോൾ ശനി ഭാഗ്യസ്ഥാനത്തൊക്കെ ആണെങ്കിൽ ഈ 7ര ശനി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു കാണും. പക്ഷേ അത് പോകുന്ന പോക്കിൽ വാരിക്കൊണ്ട് പോകും. ഇല്ല, ആദ്യകാലത്ത് നിങ്ങൾ കഷ്ടപ്പെടുത്തിയെങ്കിൽ ഈ പോകുന്ന പോക്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ട് പോകും. ധനപരമായിട്ടായിരുന്നാലും വ്യക്തിബന്ധങ്ങളിലും സ്വത്തും അതുപോലെ നിങ്ങളുടെ എന്താ പറയുക യാത്രകൾ, ഇതെല്ലാം ഗുണകരമായിട്ട് മാറും. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഒരു 2 വർഷം ശനി നിങ്ങൾക്ക് യാത്ര കൊണ്ട് ഗുണം ചെയ്യും, വിദേശം കൊണ്ട് ഗുണം ചെയ്യും, പഠനം കൊണ്ട് ഗുണം ചെയ്യും. മറ്റുള്ളവരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വ്യക്തിബന്ധങ്ങൾ നിലവിലുള്ള വ്യക്തിബന്ധമല്ല, പുതിയ വ്യക്തിബന്ധങ്ങൾ വരും. അത് സോഷ്യൽ മീഡിയ വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെയൊക്കെ അപ്രതീക്ഷിതമായി വലിയ വലിയ ബന്ധങ്ങളുള്ള വലിയ ഉദ്യോഗസ്ഥരെയോ സെലിബ്രിറ്റികളെയൊക്കെ പരിചയപ്പെടാൻ കഴിയും. അല്ലെങ്കിൽ അതുപോലുള്ള നല്ല ബിസിനസ് മാഗ്നറ്റുകളെ പരിചയപ്പെടാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾക്ക് നാളെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ശനി നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹകരമായ ഒരവസ്ഥ പറയാൻ പോകുന്നത്, അഷ്ടമത്തിൽ നിന്ന ചൊവ്വ 9ൽ ഭാഗ്യസ്ഥാനത്തൊന്നും റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ മീഡിയേറ്റർഷിപ്പ് എന്ന് പറയുമ്പം നമ്മൾ ബ്രോക്കറേജ് വർക്കുകളിൽ ഇടപെട്ട എല്ലാവർക്കും സമയം നല്ലതാണ്. ഗുണം ഐശ്വര്യം ഉണ്ടാവും. വക്കീലന്മാർക്ക് ഗുണമുണ്ടാവും. അതുപോലെ തന്നെ നിയമം കൈകാര്യം ചെയ്യുന്നവർക്ക്, പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ പ്രമോഷൻ ഐശ്വര്യം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ സൈന്യത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ഗുണകരമായ സമയമാണ്. മറ്റൊന്ന്, ഭൂമി വാങ്ങാൻ, ഭൂമി വാങ്ങാൻ, നിലവിലുള്ള ഭൂമിയോ വീടോ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ലാഭകരമായി തന്നെ വിൽക്കാൻ കഴിയാൻ ഒക്കെ സമയം അനുകൂലമാണ്. റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ വലിയ നിക്ഷേപം നടത്തിയില്ലെങ്കിൽ ചെന്ന് ഇടപെട്ടാൽ അതിൽ നിന്നൊക്കെ ചെറിയ ഭാഗ്യങ്ങൾ വരും. അതുകൊണ്ട് പൊതുവിൽ നിങ്ങളുടെ സമയം നല്ലതാണ്. മീനക്കൂറ് എന്ന് പറയുമ്പം മീനത്തിൻ്റെ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം പോരിട്ടാതി അവസാനത്തെ ഒരു പാദം, ഉത്രട്ടാതി, രേവതി. അപ്പോൾ ഉത്രട്ടാതി രേവതിക്കാരെയൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവർക്കുള്ളൊരു വിഷമം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് 7ര ശനി നടന്നുകൊണ്ടിരുന്നു, തുടങ്ങി, ഇപ്പോൾ ജന്മശനിയായി മാറി. അപ്പോൾ ജന്മശനിയല്ലേ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ നിലവിളിക്കുന്നൊരു സമയമാണ്. ഒന്നും അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ശനി ഭഗവാൻ ആരെയും ദോഷം ചെയ്യില്ല. ശനി എന്ന് പറയുന്നത് ഈശ്വരനാണ്. ഗ്രഹങ്ങളിൽ ശനീശ്വരൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഈശ്വരൻ ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗുരു ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ കാരണവരാരാണ്, നമ്മളെ കറക്റ്റ് ചെയ്യുന്ന കറക്റ്റിംഗ് പൊസിഷനുള്ളൊരു അങ്ങനെ ഇരിക്കുന്നൊരു പ്രതാപത്തിലിരിക്കുന്നതാണ്. അപ്പോൾ ശനീശ്വരൻ നമ്മളെ കറക്റ്റ് ചെയ്യണം. അതായത് നമ്മളെ കയ്യിലിരിപ്പ് നല്ലതാണെങ്കിൽ ശനീശ്വരൻ ഒരു ദോഷവും ചെയ്യില്ല. ഇല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അയ്യോ അപവാദം കേട്ടു, പിന്നെ നമ്മളെ ധനം നഷ്ടപ്പെട്ടു, പിന്നെ നമ്മളെ കൂടെ നിന്ന ആളെ ചതിച്ചു. ഒറ്റ കാര്യം ചിന്തിക്കുക, നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ നമ്മളെ ചതിക്കണമെങ്കിൽ നമ്മളതിന് നിന്ന് കൊടുത്തിട്ടാണ്.
ഞാൻ എപ്പോഴും ജ്യോതിഷത്തിൽ പറയാറുണ്ട്, ജ്യോതിഷം എന്നത് ഒറ്റ വാക്കിൽ നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ടത് വിശ്വാസമേ ആകാവൂ, അന്ധവിശ്വാസം പാടില്ല, ഒട്ടൊക്കില്ല എന്ന് ശാസ്ത്രകാരന്മാർ, അതായത് ഞാൻ പറഞ്ഞതല്ല, പരാശര മഹർഷി ഉൾപ്പെടെ, അതായത് പിന്നെ നമ്മുടെ ഹോരാശാസ്ത്രകാരൻ വരെ, വരാഹമിഹിരൻ വരെ പറഞ്ഞതാണ് ഒട്ടൊക്കില്ല. എന്തുകൊണ്ടാണ് അത്? പിന്നെ പരമശിവൻ ശപിച്ചതാണത്. അതുകൊണ്ട് ജ്യോതിഷത്തെ നമ്മൾ ആശ്രയിക്കുന്നത്, അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഗൈഡ് ലൈൻ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധയ്ക്ക് വേണ്ടി നമ്മളൊരു ഗൈഡ് ലൈനായിട്ട് എടുക്കുക. പക്ഷേ നമ്മളെ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുക. താൻ പാതി ദൈവം പാതി. അങ്ങനെയാകുമ്പോൾ വലിയ ദോഷങ്ങളൊന്നും വരത്തില്ല. 7.5 ശനി നിങ്ങളെ പിടിച്ചുകൊണ്ടൊന്നും പോകില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2.5 വർഷം കഴിഞ്ഞു, ഇപ്പോൾ അടുത്ത 2.5 വർഷത്തിൽ ജന്മശനിയിലാണ്. ജന്മശനി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ജന്മം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂറാണ്, മീനക്കൂറ്. മീനക്കൂറിൻ്റെ അധിപതി എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. വ്യാഴം 4-ൽ നിൽക്കുന്നതേ ഉള്ളൂ. 5-ലെത്തുന്നവരെ നമുക്ക് വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല, എന്നാൽ ദോഷവും ചെയ്യത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കടം ബാധ്യതകൾ വരാതെ സൂക്ഷിക്കുക. നിലവിൽ കടമുള്ളവർ കുറേശ്ശെ അത് വീട്ടാനുള്ള വഴികൾ കൊണ്ടുതരാം, അത് ഉപയോഗിക്കുക. മാത്രമല്ല, നിങ്ങളുടെ 10-ഉം ജന്മത്തിൻ്റെയും 10-ൻ്റെയും ഭാവാധിപത്യമുള്ള വ്യാഴമാണ് 4-ൽ നിൽക്കുന്നത്. കുടുംബ സ്വത്തോ കുടുംബപരമായ ചില സ്വത്തുകളോ, അല്ലെങ്കിൽ കുടുംബപരമായിട്ട് പണ്ട് നമ്മൾ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും സഹായിച്ചവരൊക്കെ വന്ന് നിങ്ങളെ സഹായിക്കാനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൽ പുരോഗതി വരും. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നെഗറ്റീവിനെ നമ്മൾ ബുദ്ധിയും യുക്തിയും കൊണ്ട് ഓവർകം ചെയ്യണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ നമ്മൾ എപ്പോഴും ചിന്തിച്ച് നോക്കൂ. നമ്മുടെ ഒരു ജീവിതത്തിലെ കാലഘട്ടം എടുത്തു നോക്കണം. നമ്മുടെ ഓരോരോ 5 വർഷം അസസ് ചെയ്ത് നോക്കൂ. പഴയ ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ, നമ്മളെ ജീവിത നാടകത്തിൽ വന്നിട്ട് മൺമറഞ്ഞു പോയി. അവരെല്ലാം അവരുടെ വഴിക്ക് പോയി. പുതിയ കഥാപാത്രങ്ങൾ വന്നു, അവരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചപ്പാടുകളും വന്നു. ഇതനുസരിച്ച് ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും വരുന്നൊരു കാലം. മനസ്സിലായില്ലേ? പുതിയ സൗഹൃദങ്ങൾ, പുതിയ ചില നേട്ടങ്ങൾ, ഇതൊക്കെ വരും. ഇതിൻ്റെ കൂടെ തന്നെ 7.5 ശനിയിലെ ജന്മശനി എന്ന് പറയുമ്പോൾ, ജന്മം എന്ന് പറയുന്നത് നമ്മുടെ ജനിച്ച കൂറെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരമാണ്. എന്തു ചെയ്യും? ശരീരക്ലേശം വരാതെ സൂക്ഷിക്കുക. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ചെറിയ അസുഖങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ, ഞാൻ അവിടെയാണ് പറഞ്ഞത്, ജ്യോതിഷത്തിനെയോ ദൈവത്തിനെയോ അല്ല പഠിക്കേണ്ടത്. നമ്മൾ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുക. ചെറിയ അസുഖങ്ങളോ കാര്യങ്ങളോ കാണുമ്പോൾ അത് വച്ചുകൊണ്ടിരിക്കാതെ ആദ്യമേ ഡോക്ടറെ കാണുകയോ ചികിത്സ തേടുകയോ ചെയ്യണം. ഒറ്റമൂലി പ്രയോഗമൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമ്മുടെ സമയം നല്ലതാണെങ്കിൽ ഫലിക്കും. ഇപ്പോൾ സമയം നല്ലതല്ല. ജന്മശനി അനുസരിച്ച് രോഗക്ലേശങ്ങൾ ചെറുതായിട്ട് നമ്മൾ അലട്ടാൻ, ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, ജാഗ്രത വേണം. അതേസമയം രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, കലാപ്രവർത്തകർ, സെലിബ്രിറ്റികൾ, ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ ജന്മസ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങളെ പൊസിഷൻ, പദവി, ഇതിന് ചലനം വരാം. ഇതിൽ ചില വേരിയേഷൻസൊക്കെ വരാം. കൂടെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ പാര വയ്ക്കാം. മാത്രമല്ല, നിങ്ങളെ ശത്രുക്കൾ തലപൊക്കും. നേരെ 7-ൽ, നിങ്ങളെ കൂറിൻ്റെ 7-ൽ, അതായത് ആ കൂറിൻ്റെ അധിപതി വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ ശത്രുവിൻ്റെ ക്ഷേത്രമാണ് കന്നി. ആ ക്ഷേത്രത്തിൽ ശത്രു സ്ഥാനത്ത് നിന്ന് ആരാ ഇങ്ങനെ ഗൗനത്തിൽ നോക്കണത്? ചൊവ്വയെന്ന് പറഞ്ഞാൽ ആരാണ്? പോലീസ്, പട്ടാളം, നിയമം, അതായത് ഗുണ്ട, ശത്രുക്കൾ, ഇവരെല്ലാം ചൊവ്വയെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ചൊവ്വയുടെ കാരകത്വം അതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് നിയമപ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കുക. നമ്മൾ എന്താ പറയുക, ആരുടെ അടുത്ത് അടിയും വഴക്കിന് പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് അടിയോ വഴക്കം ഉണ്ടായാലും നമ്മൾ കണ്ട് കൈയും കെട്ടി നോക്കിക്കൊണ്ട് നിൽക്കുക. അവരായി അവരെ പാടായി. നമ്മൾ ചെന്ന് ഇടപെട്ടാൽ ആ അടി നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ആ കേസ് നമ്മളെയും കൂടെ തലയിൽ വരും. മനസ്സിലായില്ലേ? ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുക. അല്ലാതെ ജ്യോതിഷത്തിൽ എനിക്ക് പിന്നെ ജന്മശനിയാണ്, ഞാൻ കടുകിനകത്ത് പോയി ഒളിക്കുക അല്ല വേണ്ടത്. അവിടെ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്താൽ മതി, ജീവിതം വിജയിപ്പിക്കാൻ പറ്റും. രണ്ടാമത്തേത്, നിങ്ങളുടെ പിന്നെ 3-ൽ സഹായസ്ഥാനത്ത് ചന്ദ്രൻ ബലവാനായി നിൽക്കുന്നു. അപ്പോൾ ഈ ചന്ദ്രൻ ബലവാനായി നിൽക്കുന്നത് ഒരുപാട് ദിവസം കിട്ടത്തില്ല. നമുക്ക് എപ്പോഴും ചന്ദ്രൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിൽ ഈ 3-ൽ ചന്ദ്രൻ വരുമ്പോഴെല്ലാം ഓരോ ദിവസവും ചന്ദ്രൻ ഇങ്ങനെ മാറി വരും. അതിൽ ചന്ദ്രൻ എപ്പോഴും നിങ്ങൾക്ക് 3-ലേക്ക് വരുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് കുറേ ഗുണം വരും. അതാണ് ഞാൻ പറയാൻ വന്നത്. അതായത് ആ 3-ൽ വരുന്ന സമയത്ത്
നിങ്ങളെ സഹായിക്കേണ്ടവർ സഹായിക്കും. നിങ്ങൾ ആരുടെയെങ്കിലും സഹായം ചോദിച്ചാൽ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, കടവും ബാധ്യതയൊക്കെ തീർന്ന് ചെറുതായിട്ട് ഉയർന്നു വരുമെന്ന് പറയില്ല. ആ സമയത്ത് നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ ഇരുന്ന് വയ്യ, ഒരു ജോലി കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ വേറൊരാളൊരു ഐഡിയ പറയും, അല്ലെങ്കിൽ ഒരു നമുക്ക് ഇന്നടത്ത് പറഞ്ഞാൽ ഇന്നത് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു സഹായം തേടി വരും. ആ സഹായം ഉപയോഗിക്കണം. അതായത് നിങ്ങൾക്കിനിയിപ്പോൾ ഇപ്പം നിൽക്കുന്ന വ്യാഴം ഞാൻ പറഞ്ഞല്ലോ 4-ൽ നിന്ന് അടുത്ത മാറുന്നത്, അതായത് 2026 മാർച്ചിൽ മാറുന്നത് 5-ലേക്ക്, അതായത് ധനവും ഐശ്വര്യവും ഭാഗ്യം കൊണ്ടുവരുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അന്ന് ധനവും ഐശ്വര്യവും ഭാഗ്യവും വരാനുള്ള വഴികൾ ഇപ്പോഴേ തെളിയുമെന്നർത്ഥം. രണ്ടാമത്തേത്, അന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് ലോട്ടറി അടിച്ച് നിങ്ങൾ ഓണം ബമ്പർ അടിക്കുമെന്ന് ഞാൻ പറയില്ല. പകരം ചെറിയ ചെറിയ ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും വരുമെന്നേ പറയുള്ളൂ. പക്ഷേ അത് വരുന്നതിന് മുമ്പ് ഇപ്പോഴും നിങ്ങൾ അതിനുള്ള, പണ്ടുള്ളവർ പറയും, സമ്പത്ത് കാലത്ത് തൈ കൊണ്ടുവന്ന് 10 എണ്ണം വെച്ചാൽ, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് 10 ഇറക്കാം. അതായത് സമ്പത്ത് കാലത്ത് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാൽ അതിൻ്റെ ഗുണം ആപത്ത് കാലത്ത് ഗുണമായിട്ട് വരും. അപ്പം നേരത്തെ ചെയ്ത ഗുണകാര്യങ്ങളെല്ലാം ഇപ്പം നിങ്ങൾക്ക് ഗുണകരമായിട്ട് വരും. അതുപോലെ നാളെ നിങ്ങൾക്ക് വ്യാഴം 5-ൽ വരുമ്പോൾ കുറേ ഗുണാനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും വരാനുള്ള വിത്തുകൾ ഇപ്പോഴേ പാകാൻ പറ്റും. അത് കുറേ നല്ല കാര്യങ്ങളും നാളത്തേക്കുള്ള പ്രോജക്റ്റുകളും നാളത്തേക്കുള്ള പ്ലാനിങ്ങുകളും നാളത്തേക്കുള്ള ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളും ഒക്കെ ഇപ്പോഴേ ചെയ്താൽ അന്ന് നിങ്ങൾ അതിലെത്തിപ്പെടും. അതായത് ഇപ്പം PSC പരീക്ഷ എഴുതാതിരിക്കുന്നു, അല്ലെങ്കിൽ ജോലി തേടുന്നു, വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നു, ഇതൊക്കെ ഇപ്പോഴേ പരിശ്രമം നടത്തും. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് ഇനിയൊരു 6-8 മാസം കൂടെ കഴിയുമ്പം വ്യാഴം മാറുകയല്ലേ, കിട്ടുകയല്ലേ, നിങ്ങൾക്ക് അനുഭവങ്ങൾ കിട്ടുകയല്ലേ, ഗുണകരമായ അനുഭവങ്ങൾ. അതിലേക്ക് ഇപ്പോഴേ നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ സമയം വേസ്റ്റാക്കാതിരിക്കുക. സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ പ്രവൃത്തിയും കർമ്മവും, അതായത് നമ്മൾ ഓരോ ദിവസവും, നമ്മൾ ഓരോ വ്യക്തിയും, നമ്മൾ രാവിലെ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ നിങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിവസവും കൊണ്ടാണ് സൂര്യഭഗവാൻ പോകുന്നതെന്നൊരു ഓർമ്മ എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചാലേ നാളെ നിങ്ങളുടെ അടുത്ത തലമുറ കുഞ്ഞുങ്ങൾ സ്വസ്ഥമായിരിക്കുകയുള്ളൂ. അതിന് വേണ്ട ചെയ്യുക. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം നടക്കാത്തവർക്ക് വിവാഹത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അകന്നിരുന്നവരെയൊക്കെ നയപരമായിട്ട് അടുപ്പിക്കാനൊക്കെ സമയം നല്ലതാണ്. അതിൻ്റെ കാരണം 4-ൽ ഈ വ്യാഴം വന്നതാണ്. കുടുംബപരമായിട്ട് അകന്നിരുന്ന ബന്ധുക്കളൊക്കെ തിരിച്ച് നിങ്ങളിലേക്ക് അനുകൂലമായിട്ട് വരും. അവരിലൂടെ വരേണ്ട ഗുണങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം നീങ്ങിയ, അതായത് എന്തെങ്കിലും നിയമപ്രശ്നങ്ങളോ കാര്യങ്ങളോ സ്വത്ത് തർക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴേ നമ്മൾ കരുനീക്കിയാൽ പതുക്കെ അതൊരു എന്താ പറയുക, നയപരമായിട്ട് നമ്മുടെ കോർട്ടിലേക്ക് അനുകൂലമായിട്ട് ആ ബാള് വരും. മനസ്സിലായ? ആ കേസും വഴക്കമൊക്കെ തീർന്ന് കിട്ടും, ആ പിണക്കങ്ങൾ തീർന്ന് കിട്ടും. എന്തിന് നമ്മൾ പിണങ്ങുന്നത്? ഇന്ന് രാത്രി ചെന്ന് കിടന്നാൽ നാളെ രാവിലെ നമ്മൾ ഉണരുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുക. മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു ഗുണവും ചെയ്യാൻ പോണ്ട, ഉപദ്രവിക്കാതിരുന്നാൽ മതി. എൻ്റെ പോളിസി അതാണ്. ഞാൻ ആർക്കും ഒരു ഗുണവും ചെയ്തോളാമെന്ന് ഒരു ഗ്യാരണ്ടിയും പറയുന്നില്ല. ഞാൻ ആരും ഉപദ്രവിക്കില്ല. രണ്ടാമത്തേത്, നമുക്ക് എപ്പോഴും ഈ ജാതകത്തിൽ നിങ്ങൾക്ക് വിദേശ യോഗം, വിദേശ ധനം വരാനുള്ള യോഗം, വിദേശത്തേക്കുള്ള പഠന യോഗം, ഇതൊക്കെ വരുന്ന സമയമാണ്. നിങ്ങളുടെ പിന്നെ എന്താ പറയുക, 12-ലാണ് സർപ്പൻ നിൽക്കുന്നത്, പഠനം ഗുണം ചെയ്യും. അതുപോലെ നിങ്ങളുടെ 5-എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുധൻ, പ്രജ്ഞ, മേധ, വിവേകം, ഈ സ്ഥാനത്താണ് ബുധൻ വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് പ്ലാനിങ് നടത്താം അടുത്ത ഫ്യൂച്ചറിലേക്ക്, അതെല്ലാം ഫലിക്കും. ഒരുപാട് പഠനങ്ങൾ നടത്താം. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഭാവിയിലേക്കുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള വഴികൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ചെയ്യാം. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഒപ്പം തന്നെ ഭാവിയിലേക്ക് വേണ്ടി ബുദ്ധിപരമായിട്ട് നമ്മൾ കരുക്കൾ നീക്കാൻ പറ്റിയ സമയം. ബിസിനസ്സിലൊക്കെ ഭാവിയിലേക്ക് നമ്മൾ എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ പുതിയ പാർട്ട്നേഴ്സിനെയോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റോ ആലോചിക്കുന്നത് ഇപ്പം ചെയ്യാം, അത് വിജയിക്കും. കാരണം നിങ്ങൾ ബുധൻ 5-ലാണെന്ന് മാത്രമല്ല, നമ്മൾ ഈ ചിന്തിക്കുന്ന, നമ്മളിപ്പോൾ ഈ പറയുന്ന സമയത്ത് എന്തായാലും ചന്ദ്രൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തീർച്ചയായും ഫലിക്കും. അത് ചില സമയത്ത് നമ്മൾ നാക്കെടുത്ത് പറഞ്ഞാൽ ഫലിക്കുമെന്ന് പറയാം. അത് ചില എന്താ പറയുക, മുഹൂർത്തത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ 2-ലും
2 ഗുളികനും സർപ്പനും ഉള്ളവരെ സൂക്ഷിക്കണം. അവർ നാക്കെടുത്ത് പറഞ്ഞ അച്ചട്ടായിരിക്കും, ഫലിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവർ നല്ല കാര്യങ്ങൾ മാത്രം, പോസിറ്റീവായിട്ടുള്ള കാര്യം പറയും, ഫലിക്കും. എൻ്റെ 2 സർപ്പനാണ്. അതുകൊണ്ടാണ് ഈ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾ നന്നായി വരും എന്ന് പറഞ്ഞാൽ നന്നായി വരണം. കാരണം അത് നമ്മളെ കഴിവല്ല, ആ പ്രപഞ്ചശക്തി തരുന്ന ഒരു അനുഗ്രഹമാണ്, നമുക്കൊരു കഴിവില്ല. അതുപോലെ ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ നിങ്ങൾ ഭാവിയിലേക്ക് ആ ബുധനെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ബുദ്ധിപരമായിട്ടുള്ള പ്ലാനിങ് എല്ലാം നടത്തണം. ഭാവിയിലുള്ള പഠനങ്ങൾ, ഭാവിയിലുള്ള ജോലി, ഭാവിയിലുള്ള നിങ്ങളിപ്പോഴുള്ള ജോലി മാറി പുതിയൊരു ജോലി പോകണോ, ഇപ്പോഴും നിങ്ങൾ ആലോചിച്ചാൽ അതിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് ഭാവിയിൽ ഇന്ന ലക്ഷ്യമുണ്ട് എന്ന് വിചാരിച്ചൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ കരുക്കൾ നീക്കാൻ പറ്റിയ സമയം അതിലെത്തും, ഉറപ്പാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, ആരോഗ്യ പ്രശ്നങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ രീതിയിലും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അതായത് പൊന്നോണത്തോടുകൂടി ഭഗവാൻ നിങ്ങളെ, ആ പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിക്കാൻ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളോടുകൂടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞു. അടുത്ത ഞാൻ പറഞ്ഞല്ലോ, വ്യാഴമാറ്റം വരുന്നതോടുകൂടി 2026 മാർച്ചോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ആ ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും വന്നു ചേരും. അത് വരാനുള്ള പ്ലാനിങ്ങുകളും അതിനനുസരിച്ചുള്ള യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യാനേ ഞാൻ പറഞ്ഞുള്ളൂ. എങ്കിൽ നിങ്ങൾ വിജയിക്കും, ജീവിതത്തിൽ വിജയിക്കും. ഇപ്പോഴുള്ള കഷ്ടങ്ങളൊക്കെ മാറും. ഒപ്പം നിങ്ങൾ ഒരു കാര്യത്തിൽ നിർബന്ധമായും തീരുമാനം എടുക്കണം. നിങ്ങൾക്ക് ആരോടെങ്കിലും വാശിയോ വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസോ വഴക്കോ ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടുവീഴ്ച ചെയ്തങ്ങ് തള്ളിക്കളയുക. നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങൾ വരാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ പോസിറ്റീവായിട്ടെല്ലാം ചിന്തിക്കുക. ആവശ്യമില്ലാത്ത എല്ലാ നെഗറ്റീവുകളെ കളയൂ. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ, അതുപോലെ തന്നെ കൺസൾട്ടിങ്ങിനൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് വോയിസ് ക്ലിപ്പോ മെസ്സേജോ ഇടൂ. ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് അതിനെല്ലാം മറുപടി തന്നോളും. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സബ്സ്ക്രിപ്ഷനും ഷെയറും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. നിങ്ങളുടെ ലൈക്ക് ഉണ്ടാവണം. നിങ്ങളുടെ ഈ തരുന്ന സപ്പോർട്ടും പ്രോത്സാഹനവുമാണ് ജ്യോതിഷ കൈരളിയുടെ ഈ പൊന്നോണത്തോടുകൂടി ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങളെല്ലാ അനുഗ്രഹങ്ങളും എന്നും ഉണ്ടാവണേ, പ്രാർത്ഥനയുണ്ടാവണേ. എൻ്റെയും ജ്യോതിഷ കൈരളിയുടെയും പ്രാർത്ഥന എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രപഞ്ചത്തിലെ എല്ലാവർക്കും ഉണ്ടാവും. പ്രപഞ്ചശക്തി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരും.